ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ ക്രാഫ്റ്റ് ആണ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നല്ല, നമ്മൾ ബോട്ടിൽ സാധാ ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് മുറിക്കും. പിന്നെ അത് ഓരോരോ കാര്യങ്ങൾ പെൻസിലിട്ടാക്കാനും പെന്നിട്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അനിയത്തിയും കൂടി ഈ വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കേൾക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ സാധനം. കണ്ടില്ല, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമുക്ക് പെന്ന്, സ്കെച്ചസ് ഇതൊക്കെ ഇടാം. ഇതാ നമ്മൾ ഡിസൈനൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഡിസൈനൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ കുറേ ഡിസൈൻ ചെയ്യാണ്ട്, പക്ഷെ ഞങ്ങൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതേമാതിരി വേറൊന്നും ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ പേപ്പറൊക്കെ വെച്ചതാണ്. കണ്ടില്ല, പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചതാണത്. അപ്പോൾ ഞങ്ങൾ ഡിസൈൻ ആക്കിയതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വരുത്തിയത് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, അതേമാതിരത്തെ വേറെ ബോട്ടിൽ. അപ്പോൾ ഇത് നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക ഇതേമാതിരി. അതിനു വേണ്ടി നമ്മളൊരു പേപ്പറും കൂടി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഇതേമാതിരി ആക്കിയാൽ അതിൻ്റെ മേലെ പേപ്പർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പേപ്പർ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ കളർ അടിക്കണം. നമ്മൾ ആദ്യം അതാണ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ബോട്ടിലൊക്കെ മുറിച്ച് റെഡിയാക്കും. അപ്പോൾ നമുക്ക് അത് കാണാം. നമ്മളിത് കത്രിക വെച്ചാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മുറിക്കും. നമ്മൾ ആദ്യം എടുത്ത ബോട്ടിൽ ഇത്തിരി മുറിയാൻ പ്രയാസം ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഈ ബോട്ടിലാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് മുറിക്കാം. കത്രിക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിയും ഉപയോഗിക്കാം. ഇത് മുറിയോ എന്നൊരു സംശയമുണ്ട്. നമ്മളങ്ങനെ മുറിക്കണം. അപ്പോൾ നമ്മൾ ഇത് മുറിച്ചിരിക്കുന്നതാ ബോട്ടിൽ, നേരത്തുള്ള ബോട്ടിൽ തന്നെയാണ്. ഇതിൻ്റെ കണ്ടില്ലേ, ഉള്ളു കണ്ടില്ലേ. ഇതിൻ്റെ അറ്റം നന്നായിട്ട് ഇങ്ങനെ മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ മുറിക്കാം. ഇപ്പോൾ ഇത് എനിക്കറിയത്തില്ല, ഇത് എൻ്റെ അനിയത്തിക്കറിയാം. അനിയത്തി ഇത് ബാക്കി ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സാധനം മുറിക്കണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് മുറിക്കണം. അത് മുറിച്ച് വേഗം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബോട്ടിൽ മുറിച്ച് വെച്ച ബോട്ടിലാണിത്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ച് കഴിഞ്ഞ് ഇതിനെ നമ്മൾ ഒരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ പേപ്പർ എടുക്കുക. ഈ പേപ്പറിൽ മറ്റേ ചെയ്ത മാതിരി ഡിസൈൻ ചെയ്യണം. അതായത് ഈ കളർ കൊണ്ടും എല്ലാ കളർ കൊണ്ടൊക്കെ ഡിസൈൻ ചെയ്യണം. ആദ്യത്തെ ചെയ്ത മാതിരി തന്നെ ഇതുപോലെ തന്നെ നല്ല ഡിസൈനാക്കി വരണം. അതുകൊണ്ട് നമ്മൾ ആദ്യം അത് ഉപയോഗിക്കും. ഇത് സാധാ ഒരു പേപ്പറാണ്. അതിൻ്റെ മേലെ കളർ അടിച്ചിട്ട് ഡെക്കറേഷന് വേണ്ടി ഒട്ടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ മറ്റേത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ഈ പേപ്പറാണ്. കണ്ടില്ല, ഈ പേപ്പർ നമുക്ക് വേഗം തന്നെ കളർ അടിക്കാം. കളർ അടിക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ കളറും ഉപയോഗിക്കുന്നതായിരിക്കും. ഇതെല്ലാം കൊണ്ട് നമ്മൾ കളർ അടിക്കുന്നതായിരിക്കും. നമ്മളിത് മുഴുവൻ കളർ അടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് ചളിക്കുളിയാണ്, കാണാൻ രസമുള്ളത്. വേറൊരു അതിൻ്റെ മേലൊട്ടിക്കാൻ മാത്രമായിട്ട് ഒരു ചെറുതായിട്ട് ആക്കിച്ചാണ്. ഇത് നമുക്ക് വേഗം കിട്ടേണ്ടിയിട്ട് ഉണക്കാൻ വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൻ്റെ പണി നോക്കാം. അപ്പോൾ കണ്ടില്ല, മുറിച്ചൊക്കെ ആദ്യം പറഞ്ഞതാണ്, മുറിച്ചൊക്കെ വെച്ച് റെഡിയാക്കി വെക്കുക. പിന്നെ അപ്പോൾ അതെൻ്റെ അനിയത്തിക്കാണ് ഇത് മുഴുവനായിട്ട് അറിയാം. അപ്പോൾ അനിയത്തി മുറിക്കുന്ന മാതിരി തന്നെ ചെയ്യുക. ഇത് കണ്ടില്ല, അങ്ങനെ തന്നെ മുറിക്കുക. ആദ്യത്തെ മേൽ തന്നെ വരണമെങ്കിൽ
ഇതായി കത്തിരി വെച്ചിട്ട് ഇതേമാതിരി ഇങ്ങനെ മുറിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ നമ്മൾ മുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുകയാണ്. ഇതിൻ്റെ അടയുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കുക വെക്കുകയാണ്. ഗമ്മൊക്കെ തേക്കുകയാണ്. അതിന് മേലെ ഡിസൈന് വേണ്ടിയിട്ട് ഒട്ടിക്കുകയാണ്. ഓരോന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഡിസൈൻ ചെയ്യാം. ഇങ്ങനെയാണ് വെക്കുക. ഒരു പെന്നും എല്ലാ കാര്യങ്ങളൊക്കെ വെക്കാം, ഉപകാരപ്പെടും. നമ്മൾ എല്ലാം ഉപകാരപ്പെടുക ചെയ്യുന്ന കണ്ടില്ലേ. നമുക്ക് ഇനിയും വലിയ ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊക്കെ ഇട്ട് വെക്കാം. നല്ല ഇതാണ്. ഇങ്ങനെയാണ് ഇതുണ്ടാവുക. കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളും ഇതെന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടി വേറൊരു സാധനം കൂടി ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പോൾ ഇതിന് ഇത്രയും കൂടി ഹൈറ്റ് കൂടി. അപ്പോൾ ആദ്യത്തിനെക്കാട്ടും കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട്. ഇതാ കണ്ടില്ലേ, കാണാൻ ഭംഗിയുണ്ട്. നമുക്ക് ക്യാപ്പായിട്ട് ഉപയോഗിക്കാം. പെൻസിലും പെന്നൊക്കെ ഇട്ട് വയ്ക്കാം. ഇതിൽ നമുക്ക് വെള്ളം നിറച്ച് കളിക്കാനൊക്കെ പറ്റും. ഇത് നമ്മൾ കാണാൻ നന്നായതിനെ കൊണ്ട് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.